ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓപ്ഷൻ ട്രേഡിംഗിൽ സെബി കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങൾ കാരണം ഓപ്ഷൻ ട്രേഡിംഗിൽ നിന്ന് പലരും മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ്. പലരും സ്വിംഗ് ട്രേഡിംഗിലേക്ക് മാറുകയാണ്. സ്വിംഗ് ട്രേഡേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് MTF അഥവാ മാർജിൻ ട്രേഡിംഗ് ഫണ്ട്. നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ഫയേഴ്സിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. പല ബ്രോക്കേഴ്സിലും മുമ്പ് ഈ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഫയേഴ്സ് വരുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രത്യേകത അതിലുണ്ടാവും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഒരു കാര്യം കൂടി, ഫയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് MTF എന്നറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് സ്റ്റോക്കുകൾ വാങ്ങാറുണ്ട്. സാധാരണ നമ്മുടെ അക്കൗണ്ടിൽ ഒരു 10,000 രൂപയാണെന്നുള്ളതെന്ന് വിചാരിച്ചോ. നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ എൻട്രി വന്നു, കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏകദേശം പല ബ്രോക്കേഴ്സും പല രീതിയിലാണ് MTF മാർജിൻ ട്രേഡിംഗ് ഫണ്ട് തരുന്നത്. ചിലത് 2 ഇരട്ടി തരാറുണ്ട്, ചിലർ 4 ഇരട്ടി വരെ തരാറുണ്ട്. ഫയേഴ്സിൽ 4 ഇരട്ടി വരെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ 40,000 രൂപയുടെ സ്റ്റോക്ക് വരെ വാങ്ങാൻ പറ്റും. നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ 10,000 രൂപ മാത്രമേ ഉള്ളെങ്കിലും, അതായത് നമ്മുടെ അക്കൗണ്ടിലുള്ള 10,000 രൂപ മാത്രമേ ഉപയോഗിക്കൂ 40,000 രൂപയുടെ സ്റ്റോക്ക് വാങ്ങിയാലും. ഇതാണ് MTF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫയേഴ്സിൽ എങ്ങനെ ഈ MTF ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ആദ്യം നമുക്ക് DDP എനേബിൾ ചെയ്യണം. DDP എന്താണ്, അതെങ്ങനെ എനേബിൾ ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ തന്നെ ആ വീഡിയോ കാണാവുന്നതാണ്. നിങ്ങളത് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഫയേഴ്സിൻ്റെ വെബ് പ്ലാറ്റ്ഫോമിൽ പോവുക. മുകളിൽ നിങ്ങൾക്ക് ട്രൈ MTF എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും, ഏറ്റവും ടോപ്പിലായിട്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അതിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു OTP വരും. ആ ഒരു OTP കൂടി എൻ്റർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ MTF ആക്ടിവേഷൻ ആവാനുള്ള റിക്വസ്റ്റ് പോകും. അത് കുറച്ച് സമയത്തിനുള്ളിൽ, ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ MTF ആക്ടിവേഷൻ ആവും. ഇത് ഫസ്റ്റ് ടൈം പ്രോസസ്സാണ്. പിന്നീട് നമുക്ക് MTF ഉപയോഗിക്കാൻ പറ്റും. ഇനി ഫയേഴ്സ് MTFൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ജസ്റ്റ് ഒന്ന് പറയാം. ഏകദേശം 4 ഇരട്ടി വരെ ലിവറേജ് ഇവർ തരുന്നുണ്ട്. അതുകൂടാതെ MTF ട്രാക്കിംഗ് ഇവർ സെപ്പറേറ്റ് ആണ് കീപ്പ് ചെയ്യുന്നത്, അവിടെ പൊസിഷൻസിൻ്റെ ഒന്നിച്ചല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ടേം പൊസിഷൻസ് വേറെയും MTF പൊസിഷൻസ് വേറെ ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഫയേഴ്സിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ടൂൾസ് നമുക്കുണ്ടെന്നറിയാം. സ്മാർട്ട് എൻട്രി, സ്മാർട്ട് എക്സിറ്റ്, അതുപോലുള്ള പല ടൂൾസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു MTF കാൽക്കുലേറ്റർ ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് ആ കാൽക്കുലേറ്ററിൽ പോയാൽ ഓരോ സ്റ്റോക്കിനും എത്ര തുക നമുക്ക് വേണ്ടി വരും, എത്ര തുക മാർജിൻ ലഭിക്കും, മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് അത് നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചാർജുകളാണ്. ഒന്ന് പ്ലെഡ്ജിങ്ങിന് അൺപ്ലെഡ്ജിങ്ങിനായിട്ടുള്ള 12 രൂപ ഒരു ട്രാൻസാക്ഷനാണ് അവർ ചാർജ് ചെയ്യുന്നുള്ളത്. ഇത് എല്ലാ ബ്രോക്കറിലും ഉള്ള ചാർജ് തന്നെയാണ്. പക്ഷേ മറ്റ് ബ്രോക്കേഴ്സിൽ ചിലപ്പോൾ 20 രൂപയൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു 12 രൂപയാണ് ചാർജ് ചെയ്യുന്നുള്ളത്. പിന്നെ നോർമൽ ബ്രോക്കറേജ് ചാർജ് ഉണ്ടാവും. പിന്നെ MTFന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 18% പെർ ആനമാണ്. അതായത് ഒരു വർഷത്തേക്ക് 18% ഇവർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ഇതും പല ബ്രോക്കേഴ്സിൽ വ്യത്യാസമായിട്ടുണ്ട്. ഫയേഴ്സിൽ ഈ ഒരു എമൗണ്ടാണ് അവർ ചാർജ് ചെയ്യുന്നുള്ളത്. ഇനി എല്ലാ ട്രേഡിലും നമ്മൾ പറയുന്ന പോലെ ട്രേഡിങ്ങിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. നിങ്ങൾ അത്യാവശ്യം ടെക്നിക്കൽ അനാലിസിസ് അറിയുന്നവരായിരിക്കണം. കൃത്യമായ ട്രേഡിംഗ് പ്ലാനോട് മാത്രമേ ട്രേഡിങ്ങിൽ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അഥവാ റിസ്ക് മാനേജ്മെൻറ്റ് പാലിക്കണം. കൃത്യമായിട്ടുള്ള എൻട്രി എക്സിറ്റ് റൂൾസ്, എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് ട്രേഡിംഗ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഇതൊക്കെ കീപ്പ് ചെയ്ത് മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു കാര്യം ഞാൻ എല്ലാ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിലും പറയുന്നതാണ്, നമുക്കത് പറഞ്ഞേ പറ്റൂ. ഇനി MTF നമുക്ക് ഈ ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് മാത്രമല്ല, നമുക്ക് BTSP ട്രേഡ് ആയാലും നോർമൽ സ്വിംഗ് ട്രേഡിങ്ങിനായാലും ലോങ് ടേം പൊസിഷൻസ് കീപ്പ് ചെയ്യാനായാലും എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരു കാര്യം കൂടി, ഫയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്.